നമുക്കൊന്ന് പാലക്കാടേക്ക് പോകാം. ഇത്തവണ രണ്ട് പാൻ കേരള സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ്, ഇത്തവണ രണ്ട് പാൻ കേരള വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് സ്വാഭാവികമായും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് കോൺഗ്രസ് പുറത്താക്കിയ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയടച്ച പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിച്ച UDF സ്ഥാനാർത്ഥി പോയി കണ്ട ദിവസം കൂടിയാണ് ഇന്ന്. പുറത്താക്കിയ കാര്യം ആ സ്ഥാനാർത്ഥി അറിഞ്ഞില്ലേ എന്നുണ്ട്. പാലക്കാട് UDFന് ക്ഷീണമാണോ, എന്താണ് പാലക്കാട്ടെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ പറയൂ. പാലക്കാട് നഗരസഭയിൽ NDAക്ക് 25, അതായത് NDA കേവല ഭൂരിപക്ഷം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് താഴേക്ക് വരുന്നു UDF 18. UDFന് അല്പം ഒരു മേൽക്കൈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടായെന്ന് പറയാം. പക്ഷേ രാഹുൽ വിഷയങ്ങളടക്കം പല രീതിയിൽ വന്നുകൊണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ഒരുപക്ഷെ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം 5 വാർഡിലാണ് 10-ൽ താഴെ വോട്ടിന് UDF തകരുന്ന അല്ലെങ്കിൽ UDF തോൽക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ളത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. BJPക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിനുള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കോൺഗ്രസിന് BJPയിലെ പടലപ്പിണക്കങ്ങളൊന്നും തന്നെ കാര്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത്തരത്തിലുള്ളൊരു റിസൾട്ടൊന്നും തന്നെ UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ UDF അവകാശപ്പെട്ടിരുന്നത് തങ്ങൾ ഭരണം പിടിക്കും, ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ്. പക്ഷേ അതൊന്നും തന്നെ ഏതായാലും UDFനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 18 സീറ്റിലാണ് UDF ഒതുങ്ങിയത്. LDF 9, അതായത് ഒരു സ്വതന്ത്രൻ, ഒരു UDF വിമതൻ വിജയിക്കുന്ന ഒരു സ്ഥിതി കൂടി വന്നു. അതിനുശേഷം വിജയിച്ച 3 സ്ഥാനാർത്ഥികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്കൊക്കെ പോയി കണ്ടത്. ഒന്ന് MLA ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തെ കോൺഗ്രസ് കൗൺസിലർ അല്ലെങ്കിൽ കോൺഗ്രസ് നിയുക്ത കൗൺസിലർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലത്തെ നിയുക്ത കൗൺസിലർ, അങ്ങനെ 3 കൗൺസിലറാണ് അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് ഇപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈലന്റ് പിന്തുണ എന്നുള്ളത് കുറച്ചുകൂടി അവർ ഈ വിജയിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ രാഹുലിനൊപ്പമാണെന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അങ്ങനെ പോയി നൽകുന്നതെന്ന് നമുക്ക് കരുതേണ്ടി വരും. ഏതായാലും പാലക്കാട് മൊത്തം ക്രെഡിറ്റ് അത് VD സതീശന് അർഹതപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്റെ ബോധ്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്നോട്ട് പോകാതെ പാർട്ടിക്കുള്ളിൽ നിന്ന് പലയിടങ്ങളിൽ പല കോണുകളിൽ നിന്ന്, അത് ഹൈക്കമാൻഡ് മുതൽ ഇങ്ങോട്ട് പല കോണുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉറച്ചു നിന്ന VD സതീശൻ, അതുമാത്രമല്ല പലതവണ സൈബർ ഇടങ്ങളിൽ പോലും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടു. പക്ഷേ എന്നിട്ടും പിന്നോട്ട് പോയില്ല. അത് ഇന്ന് VD സതീശന്റെ വിജയമാകുമ്പോൾ എന്തുകൊണ്ടാണ് UDFന്റെ ജയിച്ച സ്ഥാനാർത്ഥികൾ പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നത്, നന്ദി പറയുന്നതെന്ന് അറിയില്ല. എന്നാലും കോൺഗ്രസിൽ വലിയ ആഹ്ലാദമാണ്, അവർക്കത് വലിയ ഊർജ്ജം നൽകുന്നുണ്ട്. നിയമസഭയുടെ സെമി ഫിനാലെയാണ്. അപ്പോൾ ഫിനാലെ ഞങ്ങൾ ഇങ്ങ് എടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ഒരുപക്ഷെ വായിക്കുന്നത് രാഹുലിനെതിരായി വിവാദങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുലിനെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാഹുലിനുള്ള പിന്തുണ പോലും ഇനി കൂടിയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം ആ വിഷയം ബാധിച്ചിട്ടേ ഇല്ല ജനങ്ങളെ എന്ന നിലയ്ക്കാണ് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ജനഹിതത്തെ വായിക്കാൻ കഴിയുക. രണ്ട് ഭാഗങ്ങളുണ്ട്, ആർക്കും അവരുടേതായ ഇഷ്ടങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും കുറേയേറെ വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റും അനുഭവിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തി വോട്ട് ചെയ്തവരുണ്ട്, കൃത്യമായ രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി തന്നെ വോട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിലവിലെ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു സൂചികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അടുത്ത 4-5 മാസം കൊണ്ട് അതിനുള്ള തിരുത്തലിനുള്ള സമയമുണ്ടോ എന്നറിയില്ല. ഈ 4-5 മാസം കൊണ്ട് ഒട്ടും അലസരാവാതെ പ്രയത്നിച്ചാൽ ഭരണത്തിലേക്ക് തിരിച്ചു പറയുന്നതുപോലെ ജനങ്ങളെ കേൾക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അതെ, അല്ലാതെ തന്റെ കരിയർ ബിൽഡിങ്ങിനുള്ള സമയമല്ല ഇത്. ജനങ്ങളെ കേട്ടാണ് കരിയർ ബിൽഡ് ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതാക്കളെന്നാണ്.